പാകിസ്ഥാൻ വല്ലാതെ ഞെട്ടി വിരണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പാകിസ്ഥാന് സത്യം പറയാൻ പറ്റുന്നില്ല. പക്ഷെ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സത്യം പറയുന്നുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ ഇന്നലെ ഇറാൻ അതിർത്തിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നോഷിക്കി ദാൽബന്ദിർ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരുന്ന പാരാമിലിറ്ററിയുടെ കോൺവോയ് ആക്രമിച്ചു. 90 പട്ടാളക്കാരെ ഞങ്ങൾ കൊന്നു. വളരെ കൃത്യമായി പറയുക, 90 പേര്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 2 പേര് മരിച്ചു. വാർത്തകൾ നിഷേധിക്കുന്നില്ല പാകിസ്ഥാൻ പറയുന്നു ആക്രമണം ഉണ്ടായി, ഞങ്ങളുടെ കോൺവോയ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനം പൊട്ടിത്തെറിച്ചു, പിന്നെ ഇരുളിൻ്റെ മറയിൽ രാത്രി 7 മണിക്കാണ് അവിടെ നിന്നൊക്കെ ചാടി വീണ BLA പോരാളികൾ തുരുതുര വെടിവെച്ചു. പക്ഷേ ഞങ്ങൾ അവരെ കീഴടക്കി, ഞങ്ങൾക്ക് വലിയ കാഷ്വാലിറ്റി ഒന്നുമില്ലാതെ. പക്ഷേ പാകിസ്ഥാന് പറയാൻ പറ്റില്ല. തുടർച്ചയായി ജാഫർ എക്സ്പ്രസിൻ്റെ ദുരന്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയി. അവിടെ പറഞ്ഞത് ബന്ദികളെ എല്ലാം മോചിപ്പിച്ചു, വളരെ കുറച്ച് കാഷ്വാലിറ്റികളെന്നല്ല. BLA കണക്ക് പറഞ്ഞിട്ടുണ്ട്. ബന്ദികൾ എന്ന് പറഞ്ഞാൽ അത് പട്ടാളക്കാരായിരുന്നു. 124 പേരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഓരോ ബോഗികളിലും ഞങ്ങളുടെ ചാവേറുകളുണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂറുകൾ ഇത് അടച്ചിട്ട ബോഗികളിൽ ഇരിക്കുന്നവർക്ക് നേരെ പുറത്തു നിന്ന് പാരാമിലിറ്ററി ആക്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ മജീദ് ബ്രിഗേഡിലെ ചാവേറുകൾ എല്ലാത്തിനെയും റെഡിയാക്കി. മാത്രമല്ല BLA വീണ്ടും പറയുന്നു, ഇനിയും ഞങ്ങൾ ആക്രമിക്കും. ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി തടവിലിട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ വിട്ടയച്ചില്ലെങ്കിൽ ഇനിയും ആക്രമിക്കും. 48 മണിക്കൂറിനകം വിട്ടയച്ചില്ലെങ്കിൽ പാകിസ്ഥാനെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന പോരാട്ടങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന് പറയും എന്ന് BLA പറഞ്ഞു. അപ്പോൾ തീർന്നില്ല. അതിനിടയ്ക്ക് TTP താലിബാൻ അഫ്ഗാന്റെ പിന്നിലുള്ള താലിബാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അൽ ഖന്തക് ഓപ്പറേഷൻസ് തുടങ്ങാൻ പോവാണ്. മറ്റവർ നടത്തിയ BLAയുടെ കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ്റെ പേര് ദാറാ ബോലൻ എന്നായിരുന്നു. ദാറാ ബോലൻ എന്നുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ജാഫർ എക്സ്പ്രസ് പിടിച്ചത്. അൽ ഹന്തക് ഓപ്പറേഷൻ എന്നുള്ള ഓപ്പറേഷൻ ആരംഭിച്ച് ഞങ്ങൾ പാകിസ്ഥാനെ തവിട് പൊടിയാക്കാൻ പോവുകയാണെന്ന് അഫ്ഗാൻ പിന്തുണയുള്ള താലിബാൻ പറയുന്നു. അതിൻ്റെ മുഹമ്മദ് ഖുറാസാനി എന്ന വക്താവ് ഔദ്യോഗികമായി പറഞ്ഞു പാകിസ്ഥാനെ അടിക്കും. അടി പറഞ്ഞു കഴിഞ്ഞില്ല, അടി കിട്ടി. 4 പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു. ഖൈബർ പക്തൂൺക മേഖലയിലുള്ള നോർത്ത് വെസ്റ്റ് മേഖലയിലുള്ള ദാഡിവാല, ഗോറിവാല, ബാക്കാഗൽ, ഖജോറി ചെക്ക് പോസ്റ്റ് ബന്നു ജില്ലയിലുള്ളതാണ്. ഇത്രയും സ്ഥലങ്ങളിൽ തെഹ്രീക്ക് താലിബാൻ ആക്രമിച്ചു. 2 ഭടന്മാരെ കൊന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നത്. 2 അല്ല, നിരവധി ഭടന്മാരെ ഞങ്ങൾ കൊന്നു എന്ന് TTP പറയുന്നു. അപ്പോൾ ഒരറ്റത്ത് TTP, ഒരറ്റത്ത് താലിബാൻ, ഒരറ്റത്ത് BLA. അങ്ങനെ പാകിസ്ഥാൻ കാറ്റു വിതച്ച് ഇന്ത്യയിലേക്ക് തീവ്രവാദം കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാനെ ഉടനീളം ആക്രമിച്ച് വശം കെടുത്തി പാകിസ്ഥാൻ പട്ടാളക്കാരെ തുരുതുര കൊന്നൊടുക്കുകയാണ് BLAയും TTPയും. പാകിസ്ഥാനിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇതിൻ്റെ കൂടെ അജ്ഞാതനുണ്ട്. അജ്ഞാതനെ നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. അതെ. അപ്പോൾ ഇതിൽ ഈ ശവപ്പെട്ടി വീട്ടിൽ ചെല്ലുന്ന ജവാന്മാരുടെ വീടുകളിൽ കൃത്യം കണക്കറിയാമായിരിക്കും. അതെ അതെ. ഇപ്പോൾ 90 പേര് കൊല്ലപ്പെട്ട സ്ഥലത്ത് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് 7 ഭടന്മാർ കൊല്ലപ്പെട്ടു. 7 അപ്ഡേഷൻ വന്നു, 9 21 പേർക്ക് പരിക്ക് എന്നുള്ളതാണ്. ആ 21 എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കണമല്ലോ. ഈ പ്രദേശത്തൊക്കെ ആർമി ഹെലികോപ്റ്ററുകൾ പറന്നതായിട്ടൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം. വരികൾക്കിടയിൽ വായിക്കണമല്ലോ. ഹെലികോപ്റ്ററൊക്കെ പോകുന്നത് ഈ ജഡം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അതൊക്കെ വളരെ വ്യക്തമാണ്. പിന്നെ ഈ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ 7 ബസ്സും 2 വാഹനങ്ങളും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 7 ബസ്സുകളും 2 അകമ്പടി വാഹനങ്ങളും. അതെ. മറ്റേ BLA പറയുന്നത് 8 ബസ് എന്നാണ്. അപ്പോൾ അതിൽ ഒരു ബസ്സിനെ IED നിറച്ച വാഹനം ഒരു ചാവേർ അതിലേക്ക് ഓടിച്ച് കയറ്റി, ഇടിച്ചു കയറ്റി. ചാവേറാണ് അദ്ദേഹം, മജീദ് ബ്രിഗേഡിലെ. മറ്റൊന്നിനെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്സ് RPG ആണ് ആക്രമിച്ചത്. റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ആക്രമിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ TTPയുടെ വക്താവ് മുഹമ്മദ് ഖുറാസാനി പറഞ്ഞത്, ഞങ്ങളുടെ ഈ ഒന്നാന്തരം മിലിറ്ററി യൂണിറ്റുകൾ ഞങ്ങൾക്കുണ്ട്, അത്യാധുനിക ആയുധങ്ങളും ഞങ്ങളുണ്ട്, പാകിസ്ഥാൻ പന്നികളെ നിന്നെയൊക്കെ തീർക്കുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. ഇത് രക്തരൂഷിതമായ റംസാനാണ്, ഏകപക്ഷീയമാണ്.
പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് കൊല്ലപ്പെടാനില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും നിശ്ചയിച്ചുറപ്പിച്ച പോലെയാണ്. അത് റംസാനും മുമ്പേ മറ്റേ മദ്രസയിൽ തുടങ്ങി എല്ലാ ദിവസവും. അല്ലിപ്പോ ഈ BLA പറയുന്ന 48 മണിക്കൂറിനകം വിട്ടില്ലെങ്കിൽ ഇനി ഇതിന്റെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻ തന്നെ ഉണ്ടാവും പറഞ്ഞിരിക്കും. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇസ്ലാമാബാദിലൊക്കെയാണ്. നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ പട്ടാളം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, ബാങ്കൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ആയിരിക്കും ഞങ്ങൾ ആക്രമിക്കുന്നത്. അതുപോലെ ഈ സൂപ്പർ മാളുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആളുകൾ പോകാതിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് അവരുടെ നേരത്തെ ഉള്ളതാണ്. അപ്പം ഇനി നഗരത്തിലേക്കും കൂടി വരും. ഈ ഖൈബർ പഖ്തൂൺഖ്വയും ബലൂചിസ്ഥാൻ, ഈ ഏരിയയൊക്കെ വിജനമായ ഒരു വരണ്ട മരുഭൂമി തുല്യമായ സ്ഥലങ്ങളാണ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. അത് മാറിയിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാൻ പോവാണ്. അത് വരുന്ന പാകിസ്ഥാൻ മുമ്പ് ഇന്ത്യയിൽ ഒഴുക്കിയ ചോരയ്ക്ക് ഇപ്പൊ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, താലിബാൻ മറ്റേ ഭരണമേറ്റ ശേഷം TTP വീണ്ടും തല പൊന്തിക്കുകയും ചെയ്തു ഭീകരമായിട്ടാണ്. അപ്പോൾ ആയുധം കിട്ടാൻ പ്രയാസമില്ല. TTPക്ക് ആയുധം കിട്ടുന്നത് മുഴുവൻ അമേരിക്ക ഉപേക്ഷിച്ചു പോയില്ല. അവർ പത്രസമ്മേളനം വിളിച്ചു, എനിക്ക് അത്ഭുതം. പത്രസമ്മേളനം വിളിച്ചു, ഞങ്ങളുടെ ഒന്നാന്തര ആയുധങ്ങളുണ്ട്, തീർക്കും നിന്നെ പാകിസ്ഥാനെ എന്ന് പറയുകയാണ്. അത് അമേരിക്ക ഉപേക്ഷിച്ചു പോയ ആയുധങ്ങളൊക്കെ TTPയുടെ കയ്യിൽ കുറേ വന്നു എന്ന റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോൾ മജീദ് ബ്രിഗേഡാണ് ആ ഓടിച്ചു കയറ്റിയ ചാവേറിൻ്റേത്. മജീദ് ബ്രിഗേഡ് അംഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നോഷ്കി ഹൈവേയിൽ റഷ്യൻ മില്ലിനടുത്ത് ആണ് നടന്നത്. 8 ബസ്, ഒരെണ്ണം മുഴുവൻ തകർന്നു പോയി. അത് ആദ്യത്തേതായിരിക്കുമല്ലോ ഓടിച്ചു കയറ്റിയത്. ഒരു ബസ്സിലാകെ 9 പേരെ യാത്ര ചെയ്തു. മൊത്തം തകർന്നു പോയ ബസ്സിൽ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറയുന്നത് 9 പേരെ മരിച്ചുള്ളത്. ആ ബസ് മുഴുവൻ ചാരമായിപ്പോയി. തകർന്ന ശേഷം 10 സ്ക്വാഡിൻ്റെ മുന്നേറ്റമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബസ്സിനെ വളഞ്ഞു, എല്ലാ പട്ടാളക്കാരെയും കൊന്നു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. 2 ബസ് നിറച്ചുണ്ടായിരുന്നു, 9 പട്ടാളക്കാരാണ് പാകിസ്ഥാൻ പറയുന്നത്. അത് അതാണ് ഒരു 10 ബസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 10 പേര് വെച്ചെടുത്തു കഴിഞ്ഞാൽ 90 എന്നുള്ളത് കറക്റ്റാണ്. അവർക്ക് എന്തിനാണ് കള്ളം? അവര് 200 എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ബാക്കി പരിക്കേറ്റെന്നാ പറഞ്ഞത്. അതെ, പരിക്കേറ്റു. ഇതൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ, ശവപ്പെട്ടിയിൽ ശവം ചെല്ലുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നതല്ലേ. ഇത് BLA 1990കളിൽ ആണ് ഉണ്ടായത്. അത് ബലൂച്ച് മാറി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ആദ്യത്തെ നേതാവ്. നവാബ് ഖൈർ ബക്ഷ് മാറിയുടെ മകൻ. ഈ നവാബ് ബക്ഷ് മാറിയും ഒരു ദേശീയവാദി ആയി അവിടെ അറിയപ്പെട്ടിരുന്ന ആളാണ്. അങ്ങേരുടെ മകനാണ് ബലൂച്ച് മാറി. അദ്ദേഹമാണ് ഈ BLA കെട്ടിപ്പടുത്തത്. 2006 പർവേസ് മുഷറഫ് ഭരിക്കുമ്പോൾ ഇവരുടെ നേതാവ് നവാബ് അക്ബർ ബുക്തിയെ കൊന്നതോടുകൂടി ഇവർ എല്ലായിടത്തും ആക്രമണം നടത്താൻ തുടങ്ങി പാകിസ്ഥാനെതിരെ. ഈ അക്ബർ ബുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവി എന്നുള്ള നിലയ്ക്കും അറിയപ്പെടുന്ന ആളായിരുന്നു. അവിടെ ഇസ്ലാമാബാദിലാണ് കൊന്നത്, വഴിയിൽ തെരുവിൽ വെച്ച്. 1 വർഷം കഴിഞ്ഞ് ഈ പറഞ്ഞ ബലൂച്ച് മാറിയെ കൊലപ്പെടുത്തി പാകിസ്ഥാൻ. എന്ന് പറഞ്ഞാൽ നേതാക്കളെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പാകിസ്ഥാൻ ആദ്യം പട്ടാളത്തിന് ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് കൊല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് BLA നിരോധിച്ചു. 2014 ഡിസംബറിൽ ഈ മാറിയുടെ ബാപ്പ മയ്യത്തായി മരിച്ചുപോയി. നേരത്തെ പറഞ്ഞ ദേശീയവാദി മരിച്ചുപോയി. മാറി എന്ന് പറയുന്നത് ഒരു ഗോത്ര വിഭാഗമാണ്. ആ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരാണ് തുടക്കത്തിൽ BLA ഉണ്ടായിരുന്നത്. ഇന്ന് ആ ഗോത്ര വിഭാഗത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ അതിനപ്പുറം ഗോത്രവിഭാഗം കൂടെ ഉണ്ട്. അതെ, അതിന് പുറമെ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഒരു വലിയ കൂട്ടമാണ് ഈ BLA എന്ന് പറയുന്നത്. ഇത് ബലൂച്ച് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ BSO എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു. ആരംഭിച്ചതാണ്. ആ വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങൾ ആണ് ഇപ്പോൾ ഇതിൻ്റെ പല പദവികളിലും ഇരിക്കുന്നത്. അല്ല, സർവസജ്ജമായ ഒരു മിലിറ്ററിയാണ് അവർ. അതെ, ആണ്. പല വിഭാഗങ്ങളുണ്ട്, അതൊക്കെ തിരിച്ചിട്ടുണ്ട്. മജീദ് ബ്രിഗേഡ്, മറ്റേ ബ്രിഗേഡ്, ഓരോതര സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഇന്റലിജൻസ് വിഭാഗമുണ്ട്, ഒരു യൂണിഫൈഡ് കമാൻഡ് ഉണ്ട്. ഒരു സൈന്യമാണ് അത്. അപ്പോൾ ആദ്യം നേതാക്കളെ ഒന്നും നമുക്കറിയില്ലായിരുന്നു. പരസ്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പിലൊന്നും ആളുകൾ സ്വയം പ്രദർശനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മാറി എന്ന് പറഞ്ഞ ഗോത്രത്തിൽ നിന്ന്
മധ്യവർഗത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ആളുകളെയൊക്കെ അറിയാൻ തുടങ്ങി. അതിൽ ഇപ്പോൾ നന്നായിട്ട് അറിഞ്ഞിരുന്ന ഒരാൾ അസ്ലം ബലോച്ച് ആണ്. അവരുടെ പേരിന്റെ കൂടെ ബലൂച്ച് എന്ന് ചേർക്കും. അവരുടെ രാജ്യത്തോട് ദേശാഭിമാനത്തിന്റെ ഭാഗമായിട്ട്. അത് പട്ടാളക്കാരുടെ പേരിന്റെ, പാകിസ്ഥാൻ പട്ടാളത്തിലുള്ള ബലൂജികളുടെ പേരിന്റെ കൂട്ടത്തിലും ബലോച്ച് എന്നുണ്ട്. അതെ, ഇതിനകത്ത് ട്രെയിനിലും ഉണ്ട്. മറ്റേ ഷാരി ബലോച്ച് എന്നൊരു സ്ത്രീയുണ്ട്. ഷാരി ബലോച്ചാണ് അവരുടെ അധ്യാപിക, സയൻസ് അധ്യാപിക. 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, 32 വയസ്സ്. 2 കുട്ടികളുടെ അമ്മയാണ്. അവരാണ് ആദ്യമായി ചാവേറായ വനിത. അവരുടെ പേര് ഷാരി ക്യാമ്പിലും. അതെ, മിലിറ്ററി ക്യാമ്പിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ അത് യൂണിവേഴ്സിറ്റിയിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയിൽ ചൈനയുടെ പണം കൊണ്ടൊരു ചൈനീസ് വിഭാഗം, അവിടെ ചൈനീസ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാൻ അവിടുത്തെ പ്രൊഫസർമാരെയൊക്കെ തട്ടിക്കളഞ്ഞു. അസ്ലം ബലോച്ച് 2018 അസ്ലം ബലോച്ചിനെ കൊലപ്പെടുത്തി. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ബഷീർ സാഹിബ് ആണ് BLAയുടെ നേതാവ്. ബഷീർ സാഹിബ് മുൻ BSO നേതാവാണ്, വിദ്യാർത്ഥി നേതാവ്. സാഹിബാണ് ഈ ട്രെയിൻ റാഞ്ചലിൻ്റെ സൂത്രധാരൻ. ബഷീർ സാഹിബ് അദ്ദേഹമാണ് ഇപ്പോൾ BLAയുടെ നേതാവ്. 40കളുടെ മധ്യത്തിലാണ് പ്രായം. നുഷ്കി ജില്ലയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് 150 കിലോമീറ്ററാണ് നുഷ്കിയിലേക്ക്. അവിടെയാണ് ജനിച്ചു വളർന്നത്. പോളിടെക്നിക് ഡിപ്ലോമ ആണ് അദ്ദേഹത്തിനുള്ളത്. കണ്ടഹാറിൽ ഈ അസ്ലം ബലോച്ച് കൊല്ലപ്പെട്ട ശേഷം, കണ്ടഹാറിൽ വെച്ചാണ് അസ്ലം ബലൂച്ചിനെ കൊല്ലപ്പെട്ട ശേഷം ഇദ്ദേഹമാണ് അത് ഏറ്റെടുത്ത് BLAക്ക് നേതൃത്വം നൽകുന്നത്. 2010 ചാവർ സ്ക്വാഡ് വരുന്നത്, മജീദ് ബ്രിഗേഡ്. 2018 അസ്ലം ബലോച്ച് സ്വന്തം മകനെ, അസ്ലം ബലോച്ച് നേതാവ് സ്വന്തം മകനെ ചൈനീസ് എഞ്ചിനീയർമാരെ കൊല്ലാനായിട്ട് ചാവേറായിട്ട് അയച്ചു. മകനത്തെ അത്രയും ദേശാഭിമാനം ഉള്ള ഒരു സംഘടനയാണ് അത്. ദാൽ ബന്ദിൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആക്രമണം നടന്നത്. അതിൽ ഈ ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടില്ല, ഈ മകൻ മാത്രം കൊല്ലപ്പെട്ടു. അത് വലിയ ട്രാജഡി ആയിപ്പോയി. മകൻ മാത്രം കൊല്ലപ്പെട്ടു. പിന്നീട് പക്ഷേ അതുകൊണ്ട് പിന്നെ ചൈനയ്ക്കെതിരെ മൊന നന്നായിട്ട് തിരിച്ചു വെച്ചു. 2018 കറാച്ചി കോൺസുലേറ്റ് ആക്രമണം നടന്നു. ചൈനയുടെ കോൺസുലേറ്റ് ആക്രമിച്ചു. 4 പേര് കൊല്ലപ്പെട്ടു ചൈനയുടെ. പിന്നെ ഈ സ്ത്രീ ചാവേർ, ഷാരി ബലോച്ച്, അവർ 2022 കറാച്ചി സർവകലാശാലയിൽ ചൈനക്കാരെ കൊല്ലുന്ന ഓപ്പറേഷനിൽ 4 ചൈനക്കാർ കൊല്ലപ്പെട്ടു. 30 വയസ്സായിരുന്നവർക്ക് മിനി വാനിലാണ് അവർ പോയത്. കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്, ആ ചൈനീസ് വിഭാഗത്തിൻ്റെ കറാച്ചി സർവകലാശാലയിൽ. ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ നേതാവ് സാഹിബാണ് സ്ത്രീകളെ ചാവേറാക്കി ഉപയോഗിക്കുന്ന രീതി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഈ സാഹിബിൻ്റെ ഡെപ്യൂട്ടിയുടെ പേരും നമുക്കറിയാം, ഹമ്മൽ റഹാൻ. ഡെപ്യൂട്ടി ഉപനേതാവ് ഹമ്മൽ റഹാൻ മജീദ് ബ്രിഗേഡിൻ്റെ മേധാവി അദ്ദേഹമാണ്. ഹമ്മൽ റഹാൻ അദ്ദേഹവും 40കളുടെ മധ്യത്തിലാണ്. ഇംഗ്ലീഷ്, ഉറുദു, പേർഷ്യൻ ഒക്കെ നന്നായിട്ട് അറിയാം. പാകിസ്ഥാൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന റോഹ്മാൻ ഗുൽ ബലൂച്ച്, അദ്ദേഹം പട്ടാളം വിട്ട് BLAയിലേക്ക് ചേർന്ന് നുഷ്കി സ്വദേശിയാണ്. 40കളുടെ മധ്യത്തിൽ തന്നെയാണ്. പെഷവാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഈ പട്ടാള ഓഫീസറായിരുന്നു അദ്ദേഹം വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത്, ഒരു പട്ടാളം എങ്ങനെയായിരിക്കണം എന്നുള്ളത് BLA നന്നായി പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ഈ BLAയുടെ മുന്നേറ്റം അവിടെ നടക്കുന്നത്. ഏതായാലും BLA മുന്നോട്ട് വെക്കുന്നത് ഒരു വിഘടനവാദമല്ല. അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടണം. കലാത്ത് എന്ന് പറഞ്ഞത് അവരുടെ സ്വതന്ത്ര രാജ്യമായിരുന്നു. ആ രാജ്യം പാകിസ്ഥാൻ പിടിച്ചെടുത്തതാണ്, അതും ചതിയിലൂടെ പിടിച്ചെടുത്തതാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ഇന്ത്യക്ക് മാത്രമല്ല കലാത്തിനും കിട്ടിയതാണ്. പക്ഷേ കലാത്ത് വലിയ നാട്ടുരാജ്യമായിരുന്നു. അതായത് അതിനോട് ചേർന്ന് 3 ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അതിൽ 2 കൂടെ കലാത്തിനോടൊപ്പം ചേർക്കാമെന്നായിരുന്നു മൗണ്ട് ബാറ്റനും നെഹ്റുവും ജിന്നയും കലാത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഖാനും ചേർന്ന് ഡൽഹിയിൽ വെച്ചുണ്ടാക്കിയ കരാർ. ആ കരാർ അംഗീകരിച്ചു. അങ്ങനെ കലാത്ത് സ്വതന്ത്ര രാജ്യമായി. ഇത് നമ്മൾ പലതവണ പറയുന്നുണ്ട്. കാരണം കാശ്മീരിൽ നടക്കുന്ന പോലെ അല്ലേ ബലൂചിസ്ഥാനിൽ നടക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരെ അതിന് മുമ്പ് നമ്മുടെ ആകാശവാണിയിൽ VP മേനോൻ പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ടും വന്നിരുന്നു. കലാത്ത്
ഇന്ത്യയിൽ ചേരും. അതെ, അപ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടാവാൻ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാശ്മീർ പോലെയല്ല, കലാത്ത് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. കാശ്മീർ ഒരിക്കലും സ്വതന്ത്ര രാജ്യമായിരുന്നില്ല. 1947 ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റനും ബ്രിട്ടനും ജിന്നയും നെഹ്റുവും കൂടെ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് ഖാൻ്റെ കലാത്ത് സ്വതന്ത്ര രാജ്യമായത്. പക്ഷേ ആ കരാറിൽ ഒപ്പുവെച്ച ജിന്ന പാകിസ്ഥാൻ ചതിച്ച് പിന്നിൽ നിന്ന് കുത്തി കലാത്തിനെ ആക്രമിച്ച് പിടിച്ചെടുത്താണ്. ഓഗസ്റ്റ് മുതൽ അവർ മാർച്ച് വരെ അവർ യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു. ഏപ്രിൽ 1 കലാത്ത് ബലൂചിസ്ഥാനായിട്ട് പാകിസ്ഥാന്റെ ഭാഗമായി ചേർത്തത്. ഇന്ത്യയിൽ ചേർന്ന് നിൽക്കാനും പറ്റില്ല. അവിടെയാണല്ലോ അതിർത്തി നമുക്ക് നേരിട്ട് ജിയോഗ്രാഫിക്കലി ഭൂമിശാസ്ത്രപരമായി നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. ബന്ധമില്ലായിരുന്നു. കാരണം ഇവിടെ ജൂനഗഡും ഹൈദരാബാദും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ പിടിച്ചെടുത്തല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ അകത്താണ്. ഇതിനിടയ്ക്ക് വേറൊരു രാജ്യം ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കലാത്ത് എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അവരുടെ സ്വതന്ത്ര രാജ്യം തിരിച്ചു കിട്ടാനുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് നമ്മളെ അവരെ പോരാളികൾ എന്ന് വിളിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.